താരസംഘടന അമ്മയിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിവാദങ്ങളും മുറുകുകയാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരായ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തതിന് പിന്നാലെ പരാതിക്കാരനെതിരെയും ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. ശ്വേതയ്ക്കെതിരെ മാർട്ടിൻ മേനാച്ചേരി നൽകിയ പരാതിയിലെ ഉള്ളടക്കം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സ്വദേശി എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, തെരഞ്ഞെടുപ്പ് ഉഷാറാവുകയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമ്മി, ഈ അമ്മ തെരഞ്ഞെടുപ്പ് ഈ മാസം 15-നാണ്. അതായത് ഇനി ഒരാഴ്ചയില്ല. അതിനിടയിലാണ് ഇത്രയും അധികം പരാതികളും അതിന് മറുപടികളും കേസും ഒക്കെ ആയി വരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ശ്വേതാ മേനോനെതിരായ പരാതിയും ഒപ്പം ശ്വേതാ മേനോനെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ പുതിയ പരാതിയും ഒക്കെ വന്നത്. ഈ പരാതി സെൻട്രൽ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതിൽ കേസെടുക്കുന്ന കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും എന്നാണ് കരുതുന്നത്. അതായത് ഈ ശ്വേതാ മേനോനെതിരെ നൽകിയ പരാതിയിൽ അതിൽ ഉള്ളടക്കം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് എന്നാണ് ഈ മാർട്ടിൻ മേനാച്ചേരിക്കെതിരായ പരാതിയിൽ ഈ സുധീഷ് പാറയിൽ എന്ന് പറയുന്നയാൾ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നാണ് ആവശ്യം. അത് പോലീസ് പരിശോധിക്കുന്നു. അതിന് പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട പരാതി വന്നിരിക്കുന്നത് ഈ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന കുക്കു പരമേശ്വരൻ്റെ പരാതിയാണ്. കുക്കു പരമേശ്വരൻ ഇന്നിപ്പോൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താൻ ചില വനിതാ അംഗങ്ങൾ ശ്രമിക്കുന്നു. മെമ്മറി കാർഡിൻ്റെയും മറ്റും പേര് പറഞ്ഞൊക്കെയാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അപമാനം നേരിടേണ്ടി വരുന്നത്. അതിൽ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുക്കു പരമേശ്വരൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. പൊന്നമ്മ ബാബു, ഉഷാ ഹസീന അടക്കമുള്ളവരുടെ പേരുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം കുക്കു പരമേശ്വരനെതിരെ ഈ ആരോപണ വിധേയരായ പൊന്നമ്മ ബാബു, ഉഷാ ഹസീന അടക്കമുള്ളവർ അമ്മ സംഘടനയ്ക്കകത്തും മറ്റൊരു പരാതി അല്പസമയത്തിനകം നൽകും എന്നാണ് പറയുന്നത്. അവരുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയം. മെമ്മറി കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഹേമ കമ്മിറ്റിയൊക്കെ നിലവിൽ വരുന്നതിന് മുൻപ് അമ്മയിലെ ചില വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഒരു യോഗം ഈ കൊച്ചിയിലൊരു സ്വകാര്യ ഹോട്ടലിൽ വിളിച്ചു ചേർത്തിരുന്നു. അതിന് നേതൃത്വം നൽകിയത് കുക്കു പരമേശ്വരനാണ്. ആ യോഗത്തിൽ വെച്ച് വനിതാ അംഗങ്ങൾ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ അവിടെ വിവരിക്കുകയുണ്ടായി. ആ വിവരിച്ച കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ആ ക്യാമറയിൽ റെക്കോർഡായ മെമ്മറി കാർഡ് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഇവർ ആരോപിക്കുന്നത് ഈ ഉഷാ ഹസീനയും പൊന്നമ്മ ബാബു, പ്രിയങ്ക അടക്കമുള്ളവർ പറയുന്നത് മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ കൈവശം ഉണ്ട്. അത് കുക്കു പരമേശ്വരൻ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അമ്മ ജനറൽ സെക്രട്ടറിയൊക്കെ ആയി വരികയാണെങ്കിൽ അത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ സംഘടനയ്ക്കകത്ത് പരാതി നൽകാൻ അവർ തയ്യാറെടുക്കുന്നത്. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കും പോലീസിനും നൽകാനായിരുന്നു ഇവരുടെ തീരുമാനം. പക്ഷേ അത് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടനയ്ക്കകത്ത് തന്നെ പരാതി നൽകിയാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ ഇമെയിലായി ഈ അമ്മ സംഘടനയുടെ ഒഫീഷ്യൽ മെയിൽ ID ഇവരുടെ പരാതി എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ്, ഒരു വനിത ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഇഷ്ടപ്പെടാത്ത വലിയൊരു വിഭാഗമുണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾ കൂടി വ്യക്തമാവുകയാണ്. ഇപ്പോൾ യാതൊരു അടിസ്ഥാനവുമില്ലാത്തൊരു പരാതിയുമായിട്ട് നേരെ കോടതിയിലേക്ക് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ലോകത്തുള്ള കുറേയേറെ അശ്ലീല സൈറ്റുകളുടെ അഡ്രസ്സ് അടക്കം കൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. എന്തുമാത്രം മോശപ്പെട്ട തലത്തിലേക്ക് ഈ ചില ആൾക്കാർ, ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാർ പ്രവർത്തിക്കുന്നു. ഒരു നിഴൽ യുദ്ധമാണ് നടത്തുന്നതെങ്കിലും ഇതിൻ്റെ ഉന്നതരായിട്ടുള്ള ആൾക്കാർ തന്നെ ഈ പരാതിക്ക്, അതായത് ശ്വേതാ മേനോനെതിരായ പരാതിക്ക് പിറകിൽ ഉണ്ട് എന്നുള്ള വളരെ വ്യക്തമായ സൂചനകൾ വരുന്നുണ്ടല്ലോ ഉമേഷ്. അതെ, ഈ ശ്വേതാ മേനോനും ശ്വേതാ മേനോനെ അനുകൂലിക്കുന്നവരും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഷമ്മി സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് ഒരാളെ അപകീർത്തിപ്പെടുത്താൻ ഏതറ്റം വരെയും പോവുക എന്നൊരു തന്ത്രം അവരെല്ലാം സ്വീകരിക്കുന്നു. ഇത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ എത്തുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്നയാൾ ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു പരാതി നൽകിയിരിക്കുന്നത് എന്നാണ് ആ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. എന്ന് മാത്രമല്ല, അതിനൊരു പരിധിവരെ കോടതി പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം കോടതി ഇന്നലെ ആ കേസ് വന്ന് അതിലൊരു പ്രാഥമിക വാദം കേട്ടപ്പോൾ തന്നെ ശ്വേതാ മേനോൻ പറയുന്ന കാര്യത്തിലും കഴമ്പുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആ കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടായ ശേഷം മാത്രമേ ആ കേസിൽ ഇനി മറ്റ് ഏത് നിലപാട് സ്വീകരിക്കണം എന്ന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഈ FIR തന്നെ റദ്ദാക്കണം എന്നുള്ളതാണ് ശ്വേതാ മേനോൻ്റെ ആവശ്യം. അത് റദ്ദാക്കുന്നതിന് മുമ്പായുള്ള പ്രാഥമിക വാദം ഇന്നലെ കോടതി കേട്ടുകൊണ്ടാണ് അതിലെ തുടർ നടപടികൾ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നലെ തന്നെ
ആ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെയും ഒരു പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. അത് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അശ്ലീല സൈറ്റുകളുടെ ഉള്ളടക്കം വെച്ചുകൊണ്ടൊരു പരാതി നൽകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെർച്ചിങ് ഒക്കെ ഇയാൾ നടത്തിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ വരെ അശ്ലീല ദൃശ്യങ്ങൾ ഇയാൾ സെർച്ച് ചെയ്തു എന്നൊക്കെ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് തെളിവായി അയാൾ സെർച്ച് ചെയ്ത സൈറ്റുകളുടെ അഡ്രസ്സ് അടക്കം വെച്ചുകൊണ്ടാണ് ഇന്നലെ സുധീഷ് പാറയിൽ എന്ന് പറയുന്നയാൾ പരാതി നൽകിയിരിക്കുന്നത്. ശ്വേതാമേനോനെതിരായ പരാതി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ അശ്ലീല ചുവയുള്ള കാര്യങ്ങളൊക്കെ ആ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സെൻട്രൽ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ തന്നെ വിവിധ വകുപ്പുകൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്നതടക്കമുള്ള വകുപ്പുകളും IT ആക്ടിലെ ചില വകുപ്പുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇയാൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളതാണ് ഈ സുധീഷ് പാറയിലിൻ്റെ ആവശ്യം. അത് സെൻട്രൽ പോലീസ് പരിശോധിച്ച് തുടർ നടപടിയിലേക്ക് കടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതൊരു വശത്ത് നടക്കുന്നത് ഈ വനിതാ പ്രസിഡന്റ് സംഘടനാ തലപ്പത്തേക്ക് എത്തുന്നതിൽ ചിലർക്കുള്ള പ്രശ്നങ്ങളാണ് ഇത്തരക്കാരെ കൊണ്ട് പരാതി നൽകിപ്പിക്കുന്നതിന് പിന്നിൽ എന്ന ആരോപണവും ശക്തമാണ്. ചിലരുടെ പേര് തന്നെ എടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ആക്ഷേപവുമായി മുന്നോട്ട് വരുന്നുണ്ട്. ഇതിനിടയിൽ സംഘടനയ്ക്കകത്ത് ഉള്ള പരാതി കൈമാറ്റങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അമ്മ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരം വിവാദങ്ങളും മുറുകുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇത്തരം കാഴ്ചകളിൽ നിന്ന് ബോധ്യമാവുന്നത്. ഷമി.